മോളോട് ഞാനൊരു സ്റ്റാൻലിൻ ജോസഫിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരാ അച്ഛാ? സ്റ്റാൻലിൻ ജോസഫ് ആരാന്നറിയില്ലല്ലോ മോൾക്ക്? ഞാൻ പറഞ്ഞു തരാം. 23 വർഷം മുമ്പ് വൈഗ വേറൊരുത്തൻ്റെ കൂടെ ജീവിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ ജീവിച്ചത് ഈ സ്റ്റാൻലിൻ ജോസഫിന്റെ കൂടെയാണ്. അച്ഛാ? അതെ മോളെ, ഈ സ്റ്റാൻലിൻ ജോസഫിന്റെ കൂടെയാണ് വൈഗ 23 വർഷം ജീവിച്ചത്. അവർ പിരിയുമ്പോൾ വൈഗ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അപ്പം അച്ഛാ? അതെ മോളെ, ഈ സ്റ്റാൻലിൻ ജോസഫാണ് നിന്റെ അച്ഛൻ. മോൾക്ക് മനസ്സിലായോ? മനസ്സിലായി അച്ഛാ. എന്ത് മനസ്സിലായി? സ്റ്റാൻലിൻ ജോസഫ് ആരാന്ന് അച്ഛൻ പറഞ്ഞേ? സ്റ്റാൻലിൻ ജോസഫാണ് എൻ്റെ പപ്പ, അതല്ലേ അച്ഛൻ പറഞ്ഞത്? അതെ മോളെ, അത് തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. കൂട്ടുകാരെ, ഇന്നത്തെ മഴതോരു മുൻപേല് സ്റ്റാൻലിൻ ജോസഫാണ് അലീനയുടെ പപ്പ എന്ന് ബാലചന്ദ്രൻ ആ രഹസ്യം അലീനയോട് വെളിപ്പെടുത്താണ്. അലീനെ കൊണ്ടുപോകാനുള്ള കുളത്തൂർ പുഴയ്ക്ക്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ വഴിയിൽ വണ്ടി നിർത്തിയിട്ടാണ് ബാലചന്ദ്രൻ ഈ രഹസ്യം അലീനയോട് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈഗ അങ്ങനെ അമ്മയോട് യാത്ര പറഞ്ഞു ഇറങ്ങണം. അപ്പോൾ വൈഗ പറയുന്നുണ്ട്, യാത്ര പറയുമ്പോഴും പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലൊരു ചങ്കിലൊരു തീയുണ്ട്. കാരണം അവൾ എന്നോട് 23 വർഷത്തെ ഒരു കാര്യം പറഞ്ഞു, അവൾക്ക് അത് എങ്ങനെ മനസ്സിലായി എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ സൂക്ഷിച്ചോ, അവൾ ബാലചന്ദ്രനെ ഫോൺ വിളിക്കുമ്പോൾ ഈ വിവരം പറയും, അതെനിക്ക് നല്ല പേടിയുണ്ട് അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വൈഗ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അമ്മയോട് യാത്ര പറഞ്ഞിട്ട് പോരുകയാണ്. ഈ സമയത്ത് ബാലചന്ദ്രനും അലീനയും കൂടിയിട്ട് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കുളത്തൂർ പുഴയ്ക്ക്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ വെച്ചിട്ട് ബാലചന്ദ്രൻ നല്ലൊരു പുഴയും പാടവും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് എത്തുമ്പോൾ ബാലചന്ദ്രൻ വണ്ടി നിർത്തി. അപ്പം അലീന ചോദിക്കുക, എന്താ അച്ഛാ വയ്യേ ചോദിക്കുമ്പോൾ പറയും, എനിക്ക് നടുവൊന്ന് നിവർത്തണം, കുറച്ച് തണുത്ത വായു ശ്വസിക്കണം, നമുക്ക് ഇവിടെ ഒന്ന് ഇത്തിരി നേരം നിർത്തിയിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാമെന്ന് പറയണം. അച്ഛന് വയ്യാണ്ട് ആയോ ചോദിക്കുമ്പോൾ സാരില്ല എന്ന് പറയും. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങുമ്പോൾ അലീനയും ഒപ്പം ഇറങ്ങും. നല്ല സ്ഥലമല്ലേ അച്ഛാ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ചോദിക്കുമ്പോൾ അതേ എന്ന് പറയാണ്. അപ്പം ഇങ്ങനെ അലീന അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട്, അച്ഛൻ എന്തോ ടെൻഷൻ ഉണ്ടല്ലോ എന്ന് പറയുന്നത്. ടെൻഷനോ? അതെ, നിനക്ക് തോന്നിയോ? അച്ഛൻ്റെ മുഖം പറയണ്ട, അച്ഛൻ എന്തേ ടെൻഷൻ ഉണ്ടെന്ന്. എന്താ അച്ഛാ ചോദിക്കും. എനിക്ക് ടെൻഷനുണ്ട് മോളെ, നല്ല വലിയൊരു ടെൻഷനുണ്ട്. എന്താ അച്ഛൻ്റെ ടെൻഷൻ ചോദിക്കും. എൻ്റെ ടെൻഷൻ നിന്നെ പറ്റിയിട്ടാണ് പറയും. അപ്പം എന്ത് പറ്റിയ അച്ഛാ? എന്നെ പറ്റിയോ? എന്താ പറ്റിയ അച്ഛാ? തുറന്ന് പറ അച്ഛാ പറയാണ്. ഇപ്പം ബാലചന്ദ്രൻ പറയാണ്, മോളെ, വൈഗയുടെ കൂടെ ഉണ്ടായിരുന്ന 23 വർഷം മുമ്പ് വൈഗയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാരാന്ന് അറിയണ്ടേ നിനക്ക്? അതുപോലെ തന്നെ വൈഗയുടെ ജീവിതം, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. 23 വർഷം മുമ്പ് വൈഗയ്ക്ക് 23 വർഷം മുമ്പ് വൈഗ ഒരുത്തൻ്റെ കൂടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അവൾക്ക് അവിടെ ഒരു സ്കൂളിൽ അയാൾ ജോലി മേടിച്ചു കൊടുത്തായിരുന്നു. എന്നിട്ട് വൈഗേനെ വീട്ടുകാരിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് വീട്ടുകാരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ആ സ്കൂളിൻ്റെ അടുത്തൊരു ക്വാർട്ടേഴ്സും വൈഗയ്ക്ക് തയ്യാറാക്കി കൊടുത്തു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് അവിടെ താമസം തുടങ്ങി. അതായത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ലിവിങ് ടുഗദർ. എന്നിട്ട് അവർ ഒരുമിച്ച് താമസം തുടങ്ങി. ഇതെങ്ങനെയോ വൈഗയുടെ വീട്ടുകാർ അറിഞ്ഞു. അങ്ങനെ സ്റ്റാൻലി നാട്ടിൽ പോയ സമയത്ത് വൈഗയുടെ ആങ്ങളമാർ പിടിച്ച പിടിയാലെ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തിന് പാലയിൽ വന്ന് അന്വേഷിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നു. വന്നപ്പോഴും വൈഗേനെ അവർ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈഗേനെ അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ അവർ തമ്മിൽ കണ്ടിട്ടില്ല. ആണോ അച്ഛാ? എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു? മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ലേ? മൊബൈൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല മോളെ, അതൊക്കെ അവർ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ ഇടപാടുകളും വീട്ടുകാർ മാറ്റിവെച്ചു. എന്നിട്ട് എന്താ ഇതിലുണ്ടായ ഒരു കാര്യം അറിയണ്ടേ മോൾക്ക്? വൈഗ അയാളിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അപ്പം അച്ഛാ? അതെ, ഈ സ്റ്റാൻലിൻ ജോസഫ് ആരാന്നറിയോ ഇപ്പം എൻ്റെ മോൾക്ക്? അറിയാം അച്ഛാ. അപ്പം ശരി, നീ പറ, ആരാ സ്റ്റാൻലിൻ ജോസഫ് എന്ന് നിനക്ക് മനസ്സിലായില്ലേ? അറിയാം അച്ഛാ. അതാരാ? അതെൻ്റെ പപ്പയല്ലേ അച്ഛാ? സ്റ്റാൻലിൻ ജോസഫ് അല്ലേ അപ്പം എൻ്റെ പപ്പ ചോദിക്കുകയാണ് അലീന ബാലചന്ദ്രനോട്. അതെ മോളെ, സ്റ്റാൻലിൻ ജോസഫാണ് നിൻ്റെ പപ്പ. ഇപ്പം നീ പോകുന്നില്ലേ കുളത്തൂർ പുഴയിലെ പ്ലാന്റർ, അത് അയാളാണ്. അച്ഛാ? അതെ, എല്ലാ വിവരങ്ങളും അച്ഛൻ ഇതൊക്കെ അന്വേഷിച്ചറിഞ്ഞു. സ്റ്റാൻലി പറഞ്ഞ അച്ഛനോട് ഇതൊക്കെ ഒക്കെ പറഞ്ഞു. എല്ലാ വിവരങ്ങളും ഞാൻ അയാളോട് അന്വേഷിച്ചറിഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ മകളാണ്. അദ്ദേഹത്തിന് അറിയോ അച്ഛാ? അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നെ ഏറ്റെടുക്കുമോ എന്ന് അയാളോട് ചോദിച്ചതിന് ശേഷമാണ് നിന്നെ ഞാൻ അവിടെ കൊണ്ടുവിടുന്നത്. അപ്പം അലീന ഒന്നും മിണ്ടുന്നില്ല. അലീന കുറച്ച് നേരം ഇങ്ങനെ സ്തബ്ധയായിട്ട് നിൽക്കുകയാണ്. ഈ കാര്യം ഞാൻ നിന്നോട് പറയാൻ കാരണം എന്താണെന്നറിയോ? നീ അവിടെ എത്തുന്നതിനേക്കാൾ മുന്നേ നിൻ്റെ മനസ്സൊന്ന് പാകപ്പെടുത്തിയെടുക്കണം. പെട്ടെന്ന് അവരുടെ വീട്ടിൽ പോയി നിന്നിട്ട് ഇതാണ് നിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു വികാരം ഉണ്ടല്ലോ, അതൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടി മാത്രമാണ് അച്ഛൻ ഇപ്പം തന്നെ ഈ വിവരം നിന്നോട് പറഞ്ഞത് എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ കാറിൻ്റെ അവിടേക്ക് വന്നിട്ട് വെള്ളം എടുത്തിട്ട് വെള്ളം കുടിക്കുകയാണ്. ഈ സമയത്ത് അലീന ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം.
അത് കഴിഞ്ഞ് മറ്റേ വൈകി ഇറങ്ങാണ്, യാത്ര പറഞ്ഞിറങ്ങാണ്. കമലെടുത്തി പോട്ടെ, മതി മതി യാത്ര പറഞ്ഞ് നീ ഒന്ന് പോവാൻ നോക്കിയെന്ന് പറയാണ്. അങ്ങനെ ആങ്ങളമാരോടൊക്കെ യാത്ര പറഞ്ഞ് അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, അല്ല മനു നീ വൈകേനെ കൊണ്ടുപോയൊക്കെ പറയുമ്പോൾ പറയണ്ട, അല്ല അപ്പോൾ അച്ഛനല്ലേ പോണ്? അല്ല, ഓ ഇനിയിപ്പോൾ അവന് വരാൻ താല്പര്യം ഉണ്ടാവില്ല ഗംഗേട്ടാ, കാരണം അവൻ്റെ ആൾ അവിടെ ഇല്ലല്ലോ. എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ, ഞാൻ കൊണ്ടുപോയി ആക്കിക്കോളാം ആൻറ്റീനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനു വൈകയുടെ ബാഗൊക്കെ എടുത്ത് കാറിൽ വെച്ചിട്ട് അങ്ങനെ വൈക എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. വൈകി യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പോണ സമയത്ത് പറയാണ്, ഗംഗനും അനിയനും കൂടിയിട്ട് ഇങ്ങനെ നിന്നിട്ട് പറയാണ്, എന്തായാലും ബാലചന്ദ്രൻ ഇല്ലാത്ത നന്നായി. പ്രശ്നങ്ങൾ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോണത്, ഇനി ബാലചന്ദ്രൻ തിരിച്ചു വന്നറിയാം ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറയണം. ഇതൊക്കെ കേട്ടിട്ട് കമല ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിയിട്ട് പോവാണ് കേട്ടോ. അകത്തേക്ക് കയറി പോയി. അങ്ങനെ വൈകി അവിടുന്ന് യാത്രയായി കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് വീണ്ടും അലീനേനെയും ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രൻ ചോദിക്കാൻ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അലീന അങ്ങനെ ആലോചിക്കുമ്പോൾ ചോദിക്കണം, എന്താ മോളെ നീ ആലോചിക്കണ? നോക്കുമ്പോൾ ഒന്നുമില്ല അച്ഛാ, നിനക്ക് എന്നോട് വെറുപ്പുണ്ടോ? നിൻ്റെ നന്മയ്ക്ക് വേണ്ടി അച്ഛൻ ഇത് ചെയ്തത്, നിന്നോട് സ്നേഹമില്ലെങ്കിൽ അച്ഛനൊക്കെ ഇറങ്ങി പുറപ്പെടും തോന്നുന്നുണ്ടോ? അച്ഛൻ ഇത് ഇത്രയും ദിവസമായിട്ട് അറിഞ്ഞിട്ട് അച്ഛൻ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ അച്ഛാ. അച്ഛൻ ഇതെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചില്ല, എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ അച്ഛന്? മോളെ നിന്നോട് സ്നേഹമില്ലാണ്ടല്ല അച്ഛൻ എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് നിന്നെ അദ്ദേഹം നോക്കുമെന്ന് കൂടി അറിഞ്ഞിട്ടാണ് അച്ഛൻ നിന്നെ അങ്ങോട്ട് അയക്കാമെന്ന് തീരുമാനിച്ചത്. നിനക്കൊരമ്മയുടെ അമ്മ ആരാന്ന് അറിഞ്ഞാൽ മാത്രം പോരല്ല, നിനക്ക് നിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയണ്ടേ? അച്ഛൻ്റെ സ്നേഹം കൂടി നിനക്ക് കിട്ടണ്ടേ? അച്ഛാ സോറി അച്ഛാ, ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് മോളെ ചെയ്തത്, നിന്നെ എനിക്ക് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ്. സോറി അച്ഛാ, ഞാൻ പെട്ടെന്ന് അച്ഛൻ പറയാനില്ല എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സ് ഒരുപാട് നൊന്തു, അതുകൊണ്ട് അച്ഛൻ ഞാൻ അങ്ങനെ ഒരു നിമിഷം ആലോചിച്ചത്. സോറി അച്ഛാ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അദ്ദേഹത്തിന് ഞാൻ മോളാണെന്നറിയാം, പക്ഷേ അദ്ദേഹത്തിന് കുടുംബമില്ലേ, ഭാര്യയും മക്കളും ഇല്ലേ? അവരെന്നെ അംഗീകരിക്കുമോ? ഞാൻ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഞാൻ ആവോളം അനുഭവിച്ചിട്ടല്ല അച്ഛൻ ഞാൻ അടുത്ത വീട്ടിലേക്ക് പോകുന്നത്. അവിടെ ഇതിലും വലിയൊരു തീക്കുണ്ടാണല്ലോ എന്നെ കാത്തിരിക്കണം. എന്തിനാ അച്ഛാ എനിക്ക് ഇത്രയും പരീക്ഷണങ്ങൾ? ഞാൻ അവിടെ ചെന്ന് അദ്ദേഹം എന്നെ സ്നേഹിക്കുമോ? ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യം എനിക്ക് കിട്ടുമോ? അദ്ദേഹത്തിന് മനസ്സറിഞ്ഞ് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ അച്ഛാ? അദ്ദേഹത്തിന് കുടുംബമില്ലേ, മക്കളില്ലേ? അവരൊക്കെ എന്നെ ആക്സെപ്റ്റ് ചെയ്യുമോ? വീണ്ടും സ്വന്തം അച്ഛൻ്റെ മുമ്പിൽ ഞാനൊരു വേലക്കാരത്തിയായിട്ട് കഴിയേണ്ടി വരില്ല അച്ഛാ. ഇതിപ്പോൾ സാധാരണ ഒരു വീടാണെങ്കിൽ ഞാൻ പോയിട്ട് എനിക്ക് എൻ്റെ ജോലികൾ ചെയ്ത് മിണ്ടാതിരുന്നാൽ മാത്രം മതിയായിരുന്നല്ലോ അച്ഛാ. ഇതിപ്പോൾ ഞാൻ ചെല്ലുന്നത് അതിലും വലിയ പരീക്ഷണത്തിലേക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അലീന കരഞ്ഞിട്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയണേ, ഇതൊക്കെ പറഞ്ഞ് നിൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇതെല്ലാം തുറന്ന് പറഞ്ഞത്. അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, അലീന ഇങ്ങനെ നിങ്ങളുടെ മോളാണ്, ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് 3 ദിവസത്തെ മറുപടി പറഞ്ഞു. 3 ദിവസത്തെ സമയം ചോദിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിന്നെ ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അദ്ദേഹത്തിനോട്? ഞാൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു. നിൻ്റെ കാര്യവും നീ എൻ്റെ വീട്ടിലാണ് നിൽക്കണം എന്നുള്ള കാര്യവും ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട് മോളെ. ശരി അച്ഛാ, ശരി മോള് വാ, വണ്ടി കയറി, വിഷമിക്കൊന്നും വേണ്ട, വണ്ടി കയറുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അലീനേൻ്റെ കൈ പിടിച്ചിട്ട് ബാലചന്ദ്രൻ കൈ മുറുകെ പിടിച്ചുകൊണ്ട് അവളേനെ കാറിലേക്ക് കയറ്റാണ്. കാറേക്ക് കയറ്റിയിട്ട് അങ്ങനെ അലീന പോകാൻ വേണ്ടി വണ്ടി എടുക്കുമ്പോൾ അലീന അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, എന്താ മോളെ നീ ഇങ്ങനെ ആലോചിക്കണം? അല്ല ഞാൻ ഓർക്കുമായിരുന്നു, എൻ്റെ ഒരു വിധി ഞാൻ ഓർക്കുമായിരുന്നു വെച്ചാൽ, ഇനിയിപ്പോൾ അവിടെ ചെന്ന് എന്തൊക്കെ സംഭവിക്കുന്നു ആർക്കറിയാം? എനിക്ക് എന്തോരം പരീക്ഷണങ്ങൾ ഞാൻ നേരിടേണ്ടി വരുന്നു വെച്ചാൽ, അദ്ദേഹത്തിന് ഇനി എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സ്നേഹിക്കാൻ പറ്റുമോ? ഒരച്ഛൻ്റെ സ്നേഹവാത്സല്യം എനിക്ക് കിട്ടും വെച്ചാൽ, അവിടെ ഒരു വേലക്കാരത്തിയായിട്ട് കഴിയേണ്ടി വന്ന ആ വേദന എനിക്ക് സഹിക്കാൻ പറ്റുക വെച്ചാൽ, എനിക്ക് ഒരുപാട് വിഷമാവില്ല വെച്ചാൽ, അത് ഞാനതൊക്കെ ഓർക്കുമായിരുന്നു അച്ഛാ എന്നിങ്ങനെ പറഞ്ഞിട്ട് കരയാണ് അലീന. ഇതൊക്കെ കേട്ടിട്ട് ബാലചന്ദ്രൻ പറയാണ്, ഞാൻ ഒരു കാര്യം അയാളോട് പറഞ്ഞിട്ട് നിന്നെ ഒരിക്കലും വേദനിപ്പിക്കരുതെന്ന്. പിന്നെ ഞാൻ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട് മോളെ, അതെന്താണെന്ന് എനിക്കറിയോ? എന്താ വെച്ചാൽ, എന്നെങ്കിലും നീ ഒരു ബുദ്ധിമുട്ടോ ഒരു അധികപ്പറ്റുമായിട്ട് തോന്നുകയാണെങ്കിൽ ഈ അച്ഛനെ തന്നെ തിരിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോളെ. ഇത് കേൾക്കുമ്പോൾ അലീൻ്റെ സങ്കടം കൊണ്ട് കരയാണ്. ആ ബാലചന്ദ്രൻ എന്നൊരു വളർത്തച്ഛൻ്റെ സ്നേഹം വാത്സല്യം സ്വന്തം ജന്മം തന്ന അച്ഛനെക്കാട്ടിലും കൂടുതലാണെന്നുള്ള സത്യം ആ കുട്ടിയാകുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഹൃദയസ്പർശിയായ സ്വന്തം അച്ഛനെയാണ്, അച്ഛൻ്റെ അടുത്തേക്കാണ് താൻ പോകുന്നത് എന്നുള്ള സത്യം ഉൾക്കൊണ്ട് ആ ഒരു ഷോക്കിൽ നടുങ്ങി നിൽക്കുന്ന അലീന, ആ ഒരു യാത്രയും അലീന പോയതിൽ സന്തോഷിച്ചിട്ട് സ്വന്തം കുടുംബം കൈപ്പിടിയിൽ വന്നെന്നുള്ള അഹങ്കാരത്തോടുകൂടി തിരിച്ചു വരുന്ന വൈകയും, അങ്ങനെ ഒരു ട്വിസ്റ്റായിട്ടാണ് ഇന്നത്തെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻസുകളൊക്കെ രേഖപ്പെടുത്തണം. അപ്പം നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്